ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കലക്കം സാധനം കാണിച്ചു തരട്ടെ എല്ലാവർക്കും. ഇതേ നോക്കിയേ, നമ്മളെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടത്തില്ലേ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, അതുണ്ടാക്കിയാലോ ഒന്ന്. വായോ. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 200 ഗ്രാമോളം ചിക്കനാണ്. എല്ലോട് കൂടിയതാണ്. അതിൻ്റെ കൂടെ അപ്പം കുറച്ച് സാൾട്ട്, കുറച്ച് പെപ്പർ, 1 ലിറ്ററോളം വാട്ടർ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് ഏകദേശം 50 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നമ്മൾ വേവിക്കുന്നുണ്ട് ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോക്ക് വാട്ടർ തന്നെയാണ് നമ്മൾ മറ്റേതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ വാട്ടർ ഒന്ന് നന്നായിട്ട് അരിച്ചിട്ട് സെയിം പാനിലേക്കാണ് തിരിച്ചൊഴിക്കുക. സൂപ്പിലേക്ക് വേണ്ട വെജിറ്റബിളാണ് ഇത്. 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട്. ഇത് ഒഴിച്ചതിന് ശേഷം 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് വെക്കണം കേട്ടോ, റെഡിയാക്കി വെക്കണം. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ തിക്നെസ് എത്ര വേണമെന്ന് അനുസരിച്ചാണ്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു മിനിമം ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിക്കണം, ഈ കോൺഫ്ലവറിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ. അതിനുശേഷം ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു 2 എഗ് വൈറ്റ് ആണ് വേണ്ടത്. എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് പതുക്കെ നല്ല നൂല് രീതിയിൽ, നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, വളരെ നേർത്ത രൂപത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതും കാണുന്നതുമായ ഒരു സൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് ഇളക്കാം. കൂടെ ഒരു കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിന് നല്ല ചൂടോടുകൂടി കഴിയുക. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.